വിശദമായ റിപ്പോർട്ടിലേക്ക്. ദിലീപിന്റെ കുമരകത്തെ ഭൂമി ഇടപാട് സർക്കാർ അന്വേഷിക്കുന്നു. കുമരകത്ത് പുറമ്പോക്ക് ഭൂമി അടക്കം വാങ്ങി മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് റവന്യൂ വകുപ്പ് അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച റവന്യൂ മന്ത്രി കോട്ടയം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരെ പ്രധാന സാക്ഷിയാക്കും. സംഭവത്തിൽ മഞ്ജുവിന്റെ മൊഴി നേരത്തെ ADGP B സന്ധ്യ രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ നാദിർഷ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും. മഞ്ജു വാര്യരുമായി ഉണ്ടായിരുന്ന ദാമ്പത്യ ജീവിതം തകരാൻ കാരണം ആക്രമിക്കപ്പെട്ട നടിയാണെന്ന കാരണത്താലാണ് നടൻ ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ദിലീപിനെ 13 മണിക്കൂർ ചോദ്യം ചെയ്തതിനു മുൻപ് മഞ്ജു വാര്യരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ADGP B സന്ധ്യയാണ് മഞ്ജുവിന്റെ മൊഴിയെടുത്തത്. വിവാഹബന്ധം തകരാനിടയായ കാര്യങ്ങൾ മഞ്ജു വിശദമായി സംസാരിച്ചുവെന്നാണ് വിവരം. കാവ്യമാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും നടിയോട് ദിലീപിന് പക തോന്നാനുള്ള കാരണവും മഞ്ജു വിശദമായി വിവരിച്ചു. പിന്നീടായിരുന്നു ദിലീപിനെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പറഞ്ഞതും മഞ്ജു വാര്യരായിരുന്നു. നടി ആക്രമിക്കപ്പെട്ട ശേഷം സിനിമാ താരങ്ങൾ ഒന്നാകെ നടിക്ക് പിന്തുണ അറിയിച്ചു കൂടിയ യോഗത്തിലാണ് മഞ്ജു ഗൂഢാലോചന എന്ന വാക്ക് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് മഞ്ജു വാര്യരുടെ മൊഴിയെടുത്തതും. അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ മഞ്ജുവിനെ കേസിലെ പ്രധാന സാക്ഷിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള D സിനിമാസിന്റെ നിർമ്മാണം പുറമ്പോക്ക് ഭൂമി കയ്യേറിയെന്ന പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. വിശദമായ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകും. നിർമ്മാണം സർക്കാർ ഭൂമിയാണ് എങ്കിൽ തിരിച്ചുപിടിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതിൻ്റെ പരിശോധന നടത്താൻ 2013 അതിൻ്റെ ജില്ലാ കളക്ടറായിരുന്ന തൃശ്ശൂർ കളക്ടറോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പരിശോധിച്ച് അതിനകത്ത് ഏതാണ്ട് 35 സെൻറ്റോളം വരുന്ന സ്ഥലം പുറമ്പോക്കാണ് എന്ന ഒരു നിഗമനത്തിലെത്തുകയും എന്നാലും അത് വർഷങ്ങളായി ഇങ്ങനെ കൈമാറ്റം ചെയ്തു വന്നതാണെന്ന രീതിയിൽ അവർ ആ കാര്യത്തിൽ ഒരു കർശനമായ നിലപാട് സ്വീകരിക്കാത്ത വിധമുള്ള നടപടിയുമാണ് സ്വീകരിച്ചത്. അപ്പം അതുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ വിശദമായൊരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശ്ശൂർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. തൃശ്ശൂർ ജില്ലാ കളക്ടർ അതിൻ്റെ പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് ഇന്നലെ നൽകിയിരിക്കുകയാണ്. എന്നാൽ അവസാനമായി ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് സർക്കാർ നിക്ഷിപ്തമാകേണ്ട ഭൂമിയാണ് എന്ന റിപ്പോർട്ട് കിട്ടുന്ന മുറക്ക് സർക്കാർ അതിൻ്റെ നടപടി സ്വീകരിക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന കാര്യം ആലുവ ജയിലിൽ കഴിയുന്ന VIP പറയട്ടെ എന്ന് പൾസർ സുനി. കഥയുടെ പാതി മാത്രമേ ആയിട്ടുള്ളൂവെന്നും സുനി മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി അടുത്ത മാസം 1-ാം തീയതി വരെ നീട്ടി. സുനിയുടെ ജാമ്യാപേക്ഷ മറ്റന്നാൾ കോടതി പരിഗണിക്കും. ദിലീപിനെ പുറത്തിറക്കാൻ ഒരു വിഭാഗം നിർമ്മാതാക്കൾ ഏത് വിധേനയും പുറത്തിറക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. നേരത്തെ ദിലീപിനെ എതിർത്തവരെ സമ്മർദ്ദത്തിലൂടെ കൂടെ നിർത്താനും നീക്കമുണ്ട്. ദിലീപിന്റെ സഹോദരന്റെ നേതൃത്വത്തിലാണ് ഇതിനായുള്ള ചരടുവലികൾ നടത്തുന്നത്. ദിലീപിനെ ജാമ്യത്തിലിറക്കാൻ ശക്തമായ നീക്കമാണ് നടക്കുന്നത്. ദിലീപിനോടടുപ്പമുള്ള ചില നിർമ്മാതാക്കളാണ് പ്രധാനമായും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആക്രമിക്കപ്പെട്ട നടിയെ സമ്മർദ്ദത്തിലാക്കി ദിലീപിന് അനുകൂലമായ സ്ഥിതി സൃഷ്ടിക്കാനാണ് സഹോദരന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നത്. ദിലീപിനെതിരെ ശക്തമായി രംഗത്ത് വന്നവരെയെല്ലാം ഭീഷണിയിലൂടെയും മറ്റും സമ്മർദ്ദത്തിലാക്കിയാണ് ദിലീപിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു വരുന്നത്. നേരത്തെ നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് ദിലീപിന് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ നീക്കം നടന്നിരുന്നു. പ്രധാനപ്പെട്ട വാർത്താ ഏജൻസികളെയാണ് കോടികൾ മുടക്കി ഇതിനായി നിയോഗിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ദിലീപിന് ശിക്ഷ കിട്ടാനുള്ള സാഹചര്യമാണുള്ളതെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തെളിവുകൾ അനുകൂലമാക്കി നിയമപരമായി ദിലീപിനെ മോചിപ്പിക്കുക എന്ന് ഇവർ ലക്ഷ്യം വെക്കുന്നത്. താരസംഘടനയിൽ നേരത്തെ ദിലീപിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച നടിമാരെയെല്ലാം സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇവരിപ്പോൾ. തങ്ങളുടെ സിനിമാ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരും ഇപ്പോൾ മൗനത്തിലായിരിക്കുന്നത്. ഏതു വിധേനയും ദിലീപിനെ ജാമ്യത്തിലിറക്കുക എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും ഇവരിപ്പോൾ നടത്തി വരുന്നു. ദിലീപ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിലെ തെളിവുകളെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത്. നിലവിൽ ദിലീപിനോട് എതിർപ്പുള്ളവർ പോലും ദിലീപ് പുറത്തു വന്നു കഴിഞ്ഞാൽ പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറാകില്ല. ഇത്തരത്തിൽ ഭീഷണിയിലൂടെയും മറ്റും സാക്ഷികളെയും പരാതിക്കാരെയും സമ്മർദ്ദത്തിലാക്കി കേസിൽ നിന്നും ദിലീപിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെയും സഹോദരന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 2011 പൾസർ സുനിയും സംഘവും തട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടത് ഒരു യുവ നടിയെ എന്ന് സൂചന. യുവ സംവിധായകന്റെ ഭാര്യയായ നടി അവസാന നിമിഷം യാത്ര റദ്ദാക്കിയതാണ് പദ്ധതി പാളാൻ കാരണമായത്. അതേസമയം പഴയ കേസിൽ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. പിടിയിലായ കോതമംഗലം സ്വദേശി ബിനുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.
BSP നേതാവ് മായാവതി രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചു. പശു സംരക്ഷണത്തിന്റെ പേരിൽ ദളിതരെ ആക്രമിക്കുന്നത് പാർലമെന്റ് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൈമാറിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്ന് നേരത്തെ പിരിഞ്ഞു. അതേസമയം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥികളായ വെങ്കയ്യ നായിഡുവും ഗോപാൽകൃഷ്ണ ഗാന്ധിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഴ്സുമാരുടെ ആവശ്യം ന്യായമാണ്, എന്നാൽ സമരത്തിന് അവർ തെരഞ്ഞെടുത്ത സമയം ശരിയായില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും. സർക്കാർ ആരുടെയും സ്വാധീനത്തിന് വഴങ്ങില്ല എന്നതിന്റെ തെളിവാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ചലച്ചിത്ര താരത്തിന്റെ അറസ്റ്റ്. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ എത്ര ഉന്നതരായാലും പിടിക്കപ്പെടുമെന്നും കോടിയേരി കൊച്ചിയിൽ പറഞ്ഞു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ബംഗളൂരു ജയിലിൽ കഴിയുന്ന AIADMK ജനറൽ സെക്രട്ടറി ശശികലയ്ക്ക് ജയിലിൽ സുഖവാസം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്ത്. ജയിൽ വസ്ത്രം ധരിക്കാതെ ഒരു ബാഗുമായി ജയിൽ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് സ്വതന്ത്രയായി നടക്കുന്ന ശശികലയുടെ വീഡിയോ ഒരു കന്നഡ ചാനലാണ് പുറത്തുവിട്ടത്. ശശികലയ്ക്ക് ജയിലിൽ സുഖവാസമെന്ന് റിപ്പോർട്ട് നൽകിയ DIG രൂപയെ വകുപ്പിൽ നിന്ന് മാറ്റിയ സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് രൂപയുടെ റിപ്പോർട്ടിന് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ കന്നഡ ചാനൽ പുറത്തുവിട്ടത്. 2 കോടി രൂപ ജയിൽ ഉദ്യോഗസ്ഥർക്ക് കോഴ നൽകി സുഖസൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നെന്നാണ് രൂപയുടെ റിപ്പോർട്ട്. രൂപയെ സ്ഥലം മാറ്റിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ചിന്നമ്മയുടെ സുഖവാസം തെളിയിക്കുന്ന വീഡിയോ പുറത്തായത്. ചിന്നമ്മയ്ക്കായി ജയിലിൽ 5 സെല്ലുകളും അടുക്കളയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മറ്റു തടവുകാർക്ക് പ്രവേശനമില്ല. പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന അടുക്കളയിലെ കൗണ്ടറുകളിലൂടെയാണ് ശശികലയ്ക്ക് ഭക്ഷണം നൽകുന്നത്. കിടക്കാൻ പ്രത്യേക ബെഡുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് രൂപ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു. വീഡിയോ കൂടി പുറത്തു വന്നതോടെ രൂപയെ സ്ഥലം മാറ്റിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീട്ടിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിച്ച കവയത്രി സുഗതകുമാരി. കോൺഗ്രസുകാർ ഗാന്ധിജിയെ മറന്നിരിക്കുന്നുവെന്നും മദ്യത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമോ എന്നതിൽ സംശയമുണ്ട് എന്നും സുഗതകുമാരി തുറന്നടിച്ചു. KPCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച മദ്യത്തിനെതിരെയുള്ള ജനസദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുഗതകുമാരി. കോൺഗ്രസുകാർ ഗാന്ധിജിയെ ചുമരിൽ പ്രതിഷ്ഠിച്ചുവെന്നും സുഗതകുമാരി പറഞ്ഞു. സംസ്ഥാനത്തെ BJPയിൽ നടന്ന കോഴ വിവാദത്തിൽ BJP സംസ്ഥാനത്തിന് പങ്കുണ്ട് എന്ന അന്വേഷണ റിപ്പോർട്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച BJP സംസ്ഥാന പ്രസിഡന്റ് KP ശ്രീശൻ ഉൾപ്പെട്ട 2 അംഗ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ ഓഫീസും പ്രതിക്കൂട്ടിലാകുന്നത്. അതേസമയം മെഡിക്കൽ കോഴ വിവാദത്തിൽപ്പെട്ടവരിൽ ഇരു ഗ്രൂപ്പുകളിലും നിന്നുള്ള നേതാക്കൾ ഉള്ളതിനാൽ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നും സൂചനയുണ്ട്.